എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ് ബ്രോ എൻ്റെ ഫോൺ ഹാക്ക് ആയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഇതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. വളരെ കോമൺ ആയിട്ടും അതുപോലെ ബേസിക് ആയിട്ടും ചെക്ക് ചെയ്യാൻ നോക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡാറ്റ യൂസേജും അതുപോലെ ബാറ്ററി യൂസേജും ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാൽവെയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈവെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റ സെൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാറ്റ യൂസേജ് കൂടും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ യൂസേജിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. ഇനി രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ടോ നോക്കുക. അതായത് ഫോൺ ഉപയോഗിക്കാത്ത ടൈമിൽ ഫോൺ ഹീറ്റ് ആവുമോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന ടൈമിൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പൈവെയറോ അല്ലെങ്കിൽ ഒരു മാൽവെയറോ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോണിൻ്റെ പ്രോസസ്സർ അത്യാവശ്യം ലോഡ് വലിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ വെറുതെ ഇരുന്ന് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് കിടപ്പുണ്ടോ നോക്കുക. ഇതൊരു പ്രൈവസി ഇൻഡിക്കേറ്റർ ആണ്. ഇത് എന്തിനു സൂചിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ മൈക്കോ അല്ലെങ്കിൽ ക്യാമറയോ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നടക്കും. അപ്പോൾ നോർമലി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ടൈമിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയും അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയോ മൈക്രോഫോണോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ടും അതുപോലെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അഡ്മിൻ പെർമിഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ നിങ്ങൾ സെറ്റിംഗ്സ് കയറിയിട്ട് അഡ്മിൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാൻ മേലാത്തായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ആയിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. കാരണം നിങ്ങളുടെ ഫോണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പെർമിഷൻ എടുക്കാനായിട്ട് ഈ ഒരൊറ്റ പെർമിഷൻ എനേബിൾ ആയി കിടന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് ഏതൊരു ഫോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നോക്കാനായിട്ട് പറ്റും. ഫോൺ ഹാക്കഡ് ആണോ അല്ലെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സൈബർ സെക്യൂരിറ്റി ഹാക്കറിലായിട്ട് വീഡിയോ കിട്ടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.